ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ മുതൽ 15ാമത്തെ ചാപ്റ്റർ വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്താണ് വരുന്നത്. ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. സോ നമുക്ക് 8ാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം. 8ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് കാശ്മീർ ഇഷ്യൂ അഥവാ കാശ്മീർ പ്രതിസന്ധി എന്താണെന്നുള്ളത്. ഒരു 4-5 മാർക്കിന് എന്താ പറയുക ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ ഒരു കാശ്മീർ പ്രതിസന്ധിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ ഹ്യൂമാനിറ്റീസ് കഫേ എന്ന് പറയുന്ന ചാനൽ തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഇടക്കാലത്ത് ചെയ്ത് തന്നെയാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൂടി കൊടുത്തേക്കാം. സോ അത് കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി നോക്കൂ, ഒരു വൺ വേർഡ് ആണ് ഷെയ്ഖ് അബ്ദുള്ള നാഷണൽ കോൺഫറൻസ്. സംഭവം വേറെ ഒന്നുമില്ല, നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോഴും നിലനിൽക്കുന്ന പാർട്ടിയാണ് കേട്ടോ. സോ ഈ ഒരു നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ നേതാവാണ്, ആദ്യത്തെ ലീഡറാണ് ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്നത്. സോ മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ്. നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവ് ആരാണ്? ഷെയ്ഖ് അബ്ദുള്ളയാണ്. മസ്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. ഇനി നോക്കൂ, ദ്രവീഡിയൻ മൂവ്മെൻറ്റ്, ഇതൊരു വൺ വേർഡ് ആണ്. ദ്രവീഡിയൻ മൂവ്മെൻറ്റ് ഫോം ചെയ്തത് ആരായിരുന്നു? ദ്രവീഡിയൻ പ്രസ്ഥാനം ആരാണ് കൊണ്ടുവന്നത്? CN അണ്ണാദുരൈ ആണ് കേട്ടോ. CN അണ്ണാദുരൈ. ദ്രവീഡിയൻ മൂവ്മെൻറ്റ് ചിലപ്പോൾ ഒരു 2-3 മാർക്സിന് അങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായിരുന്നു കാര്യം എന്നുള്ളത് ഒന്ന് വായിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു വൺ വേർഡ് എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിട്ട് പോകുന്നത് ബെറ്ററാണ്. ഇനി നോക്കൂ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് പഞ്ചാബ് ക്രൈസിസ്. മീൻസ് പഞ്ചാബിനെ കുറിച്ചിട്ടൊരു പോർഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഒരു പാഠത്തിൽ. അതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് 4-5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ എസ്സേ ലെവലിലും വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചാബ് ക്രൈസിസിനകത്തേനെ പഠിക്കുന്നതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നുള്ളത്. നമ്മുടെ ഇന്ദിരാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ ഗോൾഡൻ ടെമ്പിളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ്, സുവർണ്ണ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോവുക. എന്താണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നുള്ളത് നമുക്ക് ഒരു 2-3 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്തായാലും അത് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഇനി നോക്കൂ, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ലോങ്കോവാൾ അക്കോർഡ് കൂടി നിങ്ങൾ നോക്കുക. അതായത് ഈ രാജീവ് ഗാന്ധി, അതായത് വേറെ ഒന്നുമില്ല, ഈ പഞ്ചാബിലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് ഗാന്ധിയും ലോങ്കോവാളുമായിട്ട് ഒരു കരാർ, ഒരു സന്ധി ഒപ്പുവെച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രശ്നം എന്ത് ചെയ്യുന്നത്, സോൾവ് ആക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ പഞ്ചാബ് കരാർ എന്നും പറയുന്നത്. പഞ്ചാബ് കരാർ എന്നോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ലോങ്കോവാൾ സന്ധി എന്നോ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെന്തായിരുന്നു, ഈ അക്കോർഡിൽ എന്തായിരുന്നു, ഈ പഞ്ചാബ് കരാറിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയെന്നുള്ളത് പോയിന്റ്സ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്നെടുത്ത് നോക്കുക. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പഞ്ചാബ് എന്നൊന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഇതൊന്നും ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒരു 4 മാർക്കിനൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ്സ് എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം കേട്ടോ. എന്തായാലും നിങ്ങൾ പഞ്ചാബ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ഈ ഒരു എസ്സേ ലെവലിൽ തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ളവ. ദാറ്റ് ഈസ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്താണെന്നുള്ളതും ഈ പഞ്ചാബ് കരാർ എന്താണ്, രാജീവ് ഗാന്ധി ലോങ്കോവാൾ അക്കോർഡ് തന്നെയാണ് പഞ്ചാബ് കരാറും. സോ അതെന്താണെന്നുള്ളതും കൂടി ഒന്ന് നോക്കിയിട്ട് ഫുള്ളി ആ ഒരു പോർഷൻ കവർ ചെയ്തിട്ട് പോകുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഒരിക്കലും ഈ ഒരു ചാപ്റ്ററിന് സ്കിപ്പാക്കാൻ പറ്റില്ല. നോക്കൂ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ദാറ്റ് ഈസ് എന്താണ്, അയ്യോ സോറി കേട്ടോ, ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടേ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്താണ്, വടക്കു കിഴക്ക്, മീൻസ് നമ്മുടെ ഇന്ത്യയുടെ വടക്കു കിഴക്ക് പ്രദേശത്തെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തോട്ടാണ് വരുന്നത്. എസ്സേ ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചിട്ട് പോകണം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, മിസ്സാക്കരുത്. ഇവിടെ 3 സബ് ടോപ്പിക്സ് ആണ് വരുന്നത്. ഡിമാൻഡ് ഫോർ ഓട്ടോണമി, സെക്സഷനിസ്റ്റ് മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ്, മലയാളത്തിൽ എന്തൊക്കെ പറയാം, സ്വയംഭരണത്തിന് വേണ്ടിയുള്ള ആവശ്യം, പിന്നെന്താ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ, പുറമേ നിന്നും വന്നവർക്കെതിരായ പ്രസ്ഥാനം. ഓക്കെ, അപ്പോൾ ഇത് 3ലും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു എസ്സേ ലെവൽ പഠിക്കുക. ഇനി എസ്സേക്ക് അഥവാ ഇൻ കേസ് ചോദിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സെക്സഷനിസ്റ്റ് മൂവ്മെൻറ്റിനകത്തൊക്കെ കുറേ വൺ വേർഡ്സ് ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. മിസോ നാഷണൽ ഫ്രണ്ട് ആര് കൊണ്ടുവന്നു, നാഗാ നാഷണൽ കൗൺസിലിൻ്റെ ലീഡർ ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വൺ വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്. സോ ആ വൺ വേർഡ് എടുത്തിട്ടെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യുക, ആരും സ്കിപ്പാക്കാണ്ട് മുഴുവനായിട്ട് പഠിച്ചിട്ട് പോവുക. സോ നമ്മൾ ആ ചോദ്യം പഠിക്കുകയാണെങ്കിൽ എസ്സേക്ക് വന്നാൽ എസ്സേക്കും എഴുതാൻ പറ്റും. ഇനി വൺ വേർഡ്സിനാണ് ഷോർട്ട് എസ്സേ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനും എഴുതാൻ പറ്റും. അതാരും സ്കിപ്പ് ചെയ്ത് കേട്ടോ. ഇനി ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു പോർഷനാണ് ലെസൺസ് ഓഫ് റീജിയണൽ ആസ്പിറേഷൻസ് എന്ന് പറയുന്നത്. പ്രാദേശിക അഭിലാഷങ്ങളുടെ പാഠങ്ങൾ എന്തെല്ലാമായിരുന്നു. ഇത് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 4-5 മാർക്ക് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം. ജസ്റ്റ് പോയിന്റ്സ് ആയിട്ടെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോവുക കേട്ടോ. പോയിന്റ്സ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമ്മുടെ 9ാമത്തെ പാഠത്തിൽ വരുമ്പോൾ
നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. അതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കടൽ പോലെ പഠിക്കാനും ഉണ്ട്. നോക്കൂ, കണ്ടക്സ്റ്റ് ഓഫ് 1990കളുടെ മീൻസ് 1990കളുടെ പശ്ചാത്തലം എന്തായിരുന്നു? ഇത് ഈ ഒരു ലെവലിലായിരിക്കും നമുക്ക് ചോദ്യം ചോദിക്കും. ഒരു 5 മാർക്കിന് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അവിടെ ഒരു 5 പോയിന്റ്സ് ഉണ്ട്. അത് നന്നായിട്ട് എക്സ്പ്ലനേഷൻ കൂടി എഴുതാൻ പറ്റണം, എങ്കിലേ നമുക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. അതായത് ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലല്ലോ. 1990കളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? അവിടെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ, ഓക്കെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, എൻഡ് ഓഫ് കോൺഗ്രസ് സിസ്റ്റം. ദറ്റ് ഈസ് കോൺഗ്രസിൻ്റെ അവസാനം. കോൺഗ്രസ് പാർട്ടിക്ക് നമുക്കറിയാം, ഫസ്റ്റ് പാഠം മുതൽ നമ്മൾ പഠിക്കുന്നതാണ്, ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. പക്ഷേ 1990കളുടെ ആ ഒരു കാലയളവായപ്പോൾ എന്ത് ചെയ്തു? കോൺഗ്രസ് അധപതിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അധപതിച്ച് പോകുന്നുണ്ട്. സോ അതെന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾ പറയാം. അതൊരു ഫസ്റ്റ് ടോപ്പിക്കാണ്, ഒരു പോയിന്റാണ്, സബ് ടോപ്പിക്കാണെന്ന് നോക്കുക. പിന്നെ മണ്ഡൽ ഇഷ്യൂ, മണ്ഡൽ പ്രശ്നം വളരെ പ്രധാനമാണ്, അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കണം. പിന്നെ ബിഗിനിങ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയത്തെ പറ്റിയിട്ട് നിങ്ങൾ പറയണം. പിന്നെ എന്താ പറയേണ്ടത്? ഡിമോളിഷൻ ഓഫ് ബാബറി മസ്ജിദ്, ഇത് വളരെ പ്രധാനമാണ്. ഇതൊന്നും ഇൻക്ലൂഡ് ആക്കാണ്ടിരുന്ന 5 മാർക്ക് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാബറി മസ്ജിദിൻ്റെ തകർച്ച, ഓക്കെ, ഇതെന്ത് ചെയ്യുക? ഉറപ്പായിട്ടും ഇതൊക്കെ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ബാബറി മസ്ജിദിൻ്റെ തകർച്ച. ഇനി നോക്കൂ, അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി, നമ്മുടെ രാജീവ് ഗാന്ധിയുടെ വധം, ഓക്കെ, അതെങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. ഇത് എക്സ്പ്ലനേഷനായിട്ട് കുറേ കാര്യങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. സോ ഇതെന്തായാലും എല്ലാവരും പഠിച്ചിട്ട് പോകാം. 9ാമത്തെ ചാപ്റ്റർ നിങ്ങൾ വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും ഈ ഒരു ചോദ്യം പഠിച്ചിട്ട് തന്നെ പോവുക കേട്ടോ. 1990കളുടെ പശ്ചാത്തലം എന്തായിരുന്നു? ഈ 5 പോയിന്റ്സും ഉണ്ട്. ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കുക. 5 പോയിന്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോക്കിയിട്ട് തന്നെ പോവുക. ഒരു ഷോർട്ട് എസ്സേ ആണ് കേട്ടോ. ഇനി നോക്കൂ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാം ഒരു 1 വേർഡ്. സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഏതാണ്? അഥവാ 2ാം പിന്നാക്ക വിഭാഗം കമ്മീഷൻ ഏതാണ്? നമ്മുടെ മണ്ഡൽ കമ്മീഷനാണ് കേട്ടോ. ഒരു 1 വേർഡാണ്. ഏതാണ്? സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ. 2ാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ, മണ്ഡൽ കമ്മീഷനാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക, ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് ഗ്രോവിങ് കൺസെൻസസ്, സമവായങ്ങൾ. ഈ ചാപ്റ്ററിൻ്റെ ഒരു അവസാനം വരുന്നൊരു ടോപ്പിക്കാണ് ഗ്രോവിങ് കൺസെൻസസ് എന്ന് പറയുന്നത്. ഒരു 3 മാർക്കിന് ആ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി കേട്ടോ. ഇനി നോക്കൂ, ഗുജറാത്ത് കലാപം ഒരു 4 മാർക്കിന് ചോദിക്കാൻ, ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗുജറാത്ത് കലാപം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ടേനെ പോവുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് മിസ്സാക്കിയിട്ട് ആരും പോവരുത്. ഓക്കെ, ഇത് എല്ലാവരും ആദ്യം ഇത് തന്നെ പഠിച്ച് സെറ്റാക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ തിയറിയിലെ പോർഷനാണ്. പൊളിറ്റിക്കൽ തിയറി അല്ലേ. നോക്കൂ, 10ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് തന്നെ ക്യൂബൻ മിസൈൽ ക്രൈസിസ്, ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്താണ്? ഒരു 4-5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അത്രയും ഉറപ്പ് പറയാൻ കാരണം റിപ്പീറ്റ് ചെയ്ത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ക്യൂബൻ മിസൈൽ ക്രൈസിസ് പ്രതിസന്ധി എന്താണ്? ഒരു കഥയാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന കഥയാണ്. സോ ആ പേരുകളും ലീഡേഴ്സിൻ്റെ പേരൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതൊന്നും നോക്കിയിട്ട് പോവാം, നല്ലതായിരിക്കും. ഇനി നമുക്ക് കോൾഡ് വാർ എന്താണെന്ന് എന്താ പറയുക, ഒരു 3 മാർക്കിനോ 2 മാർക്കിനോ അല്ലെങ്കിൽ മേ ബി ഒരു 1 വേർഡിനോ ഒക്കെ ഡെഫിനീഷൻ ലെവലിൽ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ കോൾഡ് വാർ എന്താണ്? ശീതസമരം എന്തായിരുന്നു എന്നുള്ളത്, ആരൊക്കെ തമ്മിലായിരുന്നു, എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് ഡെഫിനീഷനായിട്ട് എന്തായിരുന്നു സംഭവം എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി നോക്കുക, ഒരു 1 വേർഡാണ്. നമ്മുടെ 1 വേർഡ് സെക്ഷനിൽ മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ അമേരിക്കയുടെ എന്താ പറയുക, മിലിറ്ററി അലയൻസുകളാണ്. നമുക്ക് US-ൻ്റെതായിരുന്നു ഏത്? നാറ്റോ, സിയാറ്റോ, സെൻറ്റോ എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് എപ്പോഴും കുറച്ചുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് USSRൻ്റെ ഏതാണ് മിലിറ്ററി അലയൻസ് ഏതായിരുന്നു? വാർസാ പാക്ട്. നിങ്ങളിത് രണ്ടും പഠിക്കുക, എവിടെയെങ്കിലൊക്കെ ചോദിക്കാണ്ടിരിക്കില്ല. സോ ഇമ്പോർട്ടൻ്റ് ആണ്. US-ൻ്റെ ഏതാണ്? നാറ്റോ, സിയാറ്റോ, സെൻറ്റോ. പിന്നെന്താ USSRൻ്റെ മീൻസ് റഷ്യയുടേതാണ് ഏത്? വാർസാ പാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, US അഥവാ അമേരിക്കയുടേതാണ് നാറ്റോ, സിയാറ്റോ, സെൻറ്റോ. USSR അഥവാ റഷ്യ അല്ലെങ്കിൽ നമുക്ക് സോവിയറ്റ് യൂണിയൻ എന്നും പറഞ്ഞ് ചോദിക്കാം. 3 ഒന്ന് തന്നെയാണല്ലോ. സോ വാർസാ പാക്ട്. ഓക്കെ, ആക്ച്വലി നമ്മൾ മനസ്സിലാക്കുക, USSRും സോവിയറ്റ് യൂണിയനുമാണ് ഒന്ന്. സോവിയറ്റ് യൂണിയനകത്തുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ, അല്ലെങ്കിൽ ഒരു ഭാഗമാണ് റഷ്യ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഒരുപോലെ പറയുന്നു എന്നല്ലോ. ഓക്കെ, USSR, വാർസാ പാക്ട്. ഓക്കെ, ഇനി ഒരു 1 വേർഡാണ്. വർഷങ്ങൾ പഠിക്കാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് നോക്കി വെച്ചോളൂ. LTBT, ഞാനിതിൻ്റെ ഫുൾ ഫോം പറയാം കേട്ടോ. മലയാളത്തിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് 1963 വന്നത്. അതുപോലെ തന്നെ NPT എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി, അത് നമ്മുടെ 1968 വരുന്നത്. ഇനി ABMT എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റിയാണ്. അത് 1972 വരുന്നത്. ഇത് ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ക്രോണോളജിക്കൽ ഓർഡർ, നിങ്ങൾക്ക് ഹിസ്റ്ററിക്ക് നമുക്ക് ഹിസ്റ്ററിയിൽ ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കാറുണ്ടല്ലോ, കാലഗണനാ ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്. സോ ആ രീതിയിൽ മേ ബി ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റെയറായിട്ട് അങ്ങനെയും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വർഷങ്ങൾ 1 വേർഡായിട്ട് ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ NAM, നമ്മൾ 10ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് അല്ലേ. അപ്പോൾ അതിൽ മീൻസ് 5 രാജ്യങ്ങളും നേതാക്കന്മാരുമായിരുന്നു
ചേർന്നിട്ടാണല്ലോ നാം ഉണ്ടാക്കിയത്. നാം എന്ന് പറയുമ്പോൾ ഡൗട്ട് വേണ്ട, നാം NAM നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് ആണ് കേട്ടോ. ചേരിചേരാ പ്രസ്ഥാനം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, ചേരിചേരാ പ്രസ്ഥാനം. അപ്പോൾ അതിൽ ഏതൊക്കെ രാജ്യങ്ങൾ, ഏതൊക്കെ ലീഡേഴ്സ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് പോവാം. വൺ വേർഡായിട്ട് ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ നിന്നും ഉണ്ടായിരുന്നതാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് ആരുണ്ടായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഇനി യുഗോസ്ലേവിയയിൽ നിന്ന് മാർഷൽ ടിറ്റോ. ഞാൻ ഫുൾ നെയിം എഴുതിയിട്ടില്ല, മാർഷൽ ടിറ്റോ എന്നാണ് കേട്ടോ ഫുൾ നെയിം വരുന്നത്. സോ യുഗോസ്ലേവിയയിൽ നിന്ന് ഉണ്ടായിരുന്നത് മാർഷൽ ടിറ്റോ ആണ്. ഈജിപ്തിൽ നിന്നുള്ളതായിരുന്നു ഗമൽ അബ്ദുൽ നാസർ. ഓക്കെ, ഗമൽ അബ്ദുൽ നാസർ എന്ന് പറയുന്നത്. ഇന്തോനേഷ്യയിൽ നിന്നുണ്ടായിരുന്നു സുകാർണോ എന്ന് പറയുന്ന നേതാവ്. ഖാനിൽ നിന്ന് ക്വാമി ക്രൂമ. ഓക്കെ, ഇത് മലയാളത്തിൽ എഴുതാത്തത്, മലയാളത്തിലും ഇതേ സംഭവം തന്നെയാണ് അല്ലേ, പേരുകളല്ലേ. അപ്പോൾ വേറെ മലയാളത്തിൽ എഴുതുന്നു എന്ന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. സോ അത്രയേ ഉള്ളൂ, അതാണ് ഞാൻ മലയാളത്തിൽ തർജ്ജമ ചെയ്താത്തത്. സോ ഒന്ന് നോക്കുക, ഇന്ത്യയിൽ നിന്ന് നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു. യുഗോസ്ലേവിയയിൽ നിന്ന് മാർഷൽ ടിറ്റോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈജിപ്തിൽ നിന്ന് ആര് വന്നു? ഗമൽ അബ്ദുൽ നാസർ വന്നു. ഇന്തോനേഷ്യയിൽ നിന്ന് സുകാർണോ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഖാനിൽ ആരായിരുന്നു നേതാവ്? ക്വാമി ക്രൂമ. മീൻസ് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇത്രയും നേതാക്കന്മാർ വന്നിട്ടാണ്, ഇവർ 5 പേരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് അഥവാ നാം അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനം എന്ത് ചെയ്തത്? രൂപീകരിച്ചത്. അതൊന്ന് മനസ്സിലാക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ വർഷങ്ങളൊക്കെ നോക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും മിസ്സാക്കരുത് കേട്ടോ. എന്താണ് നമ്മുടെ ഈ ഒരു US-ൻ്റെ USSR-ൻ്റെ മിലിറ്ററി അലയൻസ്, ഇതൊക്കെ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പേരുകൾ ഇത് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഇപ്പോൾ വർഷം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പ്രയാസമാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോവുക. ഇനി ഏതാണെന്ന് നോക്കൂ, അടുത്ത പ്രൊപ്പോസൽസ് ഫോർ റിഫോമിംഗ് ഗ്ലോബൽ ട്രേഡിംഗ് സിസ്റ്റം. ഇത് നമ്മുടെ ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദറ്റ് ഈസ് NIEO എന്ന് നമുക്ക് എന്താ പറയുക, ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് നമുക്ക് കാണാമേ. അതായത് ആഗോള വ്യാപാര വ്യവസ്ഥയുടെ സമഗ്ര പരിഷ്കരണം എന്തായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഡൗട്ട് ആവണ്ട. നോക്കൂ, നമ്മുടെ ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡറിനെയാണ് നമ്മൾ നവ അന്തർദേശീയ സാമ്പത്തിക ക്രമം എന്ന് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ കൊണ്ടുവന്ന പ്രൊപ്പോസൽസ് ഫോർ റിഫോമിംഗ് ഗ്ലോബൽ ട്രേഡിംഗ് സിസ്റ്റം. ഓക്കെ, അതായത് നമ്മുടെ ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ കൊണ്ടുവന്ന എന്താണ് ഗ്ലോബൽ ട്രേഡിംഗ് സിസ്റ്റത്തെ പരിഷ്കരിക്കാനുള്ള പ്രൊപ്പോസൽസ് എന്തൊക്കെയായിരുന്നു? മലയാളത്തിൽ പറയുകയാണെങ്കിൽ നവ അന്തർദേശീയ സാമ്പത്തിക ക്രമം മുന്നോട്ട് കൊണ്ടുവന്ന ആഗോള വ്യാപാര വ്യവസ്ഥയുടെ സമഗ്ര പരിഷ്കരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേണ്ട, നിങ്ങൾ ടോപ്പിക് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇതിനകത്തൊരു 4-5 പോയിന്റ്സ് ആണുള്ളത്. ആ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി, ഒരു 4 മാർക്കിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം ഒന്ന് പഠിച്ചിട്ട് പോവുക. ഈ ടോപ്പിക് ഒന്ന് നോക്കിക്കൊള്ളൂ കേട്ടോ. ആഗോള വ്യാപാര വ്യവസ്ഥയുടെ സമഗ്ര പരിഷ്കരണം, ഇതാണ് മെയിൻ ടോപ്പിക്ക്, നവ അന്തർദേശീയ സാമ്പത്തിക ക്രമം അഥവാ ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കും. ഇനി നമ്മുടെ 11ാമത്തെ ചാപ്റ്ററിലോട്ട് നമുക്ക് പോകാം. ഇതിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് 8 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. മീൻസ് അതായത് സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് തകർന്നത്, സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തെക്കുറിച്ചിട്ട്. ഓക്കെ, ഇത് വളരെ പ്രധാനമാണ്. എന്താണ്, എല്ലാവരും പഠിച്ചിട്ട് പോകണം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിനകത്ത് സബ് ടോപ്പിക്സുകളുണ്ട്, ഇതെല്ലാം നിങ്ങൾ കവറാക്കി വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. പൊളിറ്റിക്കൽ കോസസ്, എക്കണോമിക് കോസസ്, ഗ്രോത്ത് ഓഫ് നാഷണലിസം, ഗോർബച്ചേവ് ആൻഡ് ഡിസിൻറ്റിഗ്രേഷൻ. ഡിസിൻറ്റിഗ്രേഷൻ അല്ലേ, പെട്ടെന്ന് പറഞ്ഞപ്പോൾ വായിൽ വരുന്നില്ല. നമുക്ക് പൊളിറ്റിക്കൽ കോസസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ കാരണങ്ങളാണ്. എക്കണോമിക് കോസസ് സാമ്പത്തിക കാരണങ്ങൾ. ഗ്രോത്ത് ഓഫ് നാഷണലിസം ദേശീയതയുടെ വളർച്ച. ഗോർബച്ചേവ് ആൻഡ് ഡിസിൻറ്റിഗ്രേഷൻ എന്താണ്? ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ. ഓക്കെ, ഇത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോവുക. എക്സ്പ്ലനേഷൻ സഹിതം എല്ലാവരും ഈ ടോപ്പിക്സുകൾ കവർ ചെയ്ത് തന്നെ ഈ ഒരു essay ചോദ്യം പഠിക്കുക. 8 മാർക്കാണ്, മിസ്സാക്കരുത് കേട്ടോ. പിന്നെ അഥവാ 8 മാർക്കിന് ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സംഭവം ഉണ്ടല്ലോ, ഈ 4ാമത്തെ പോയിന്റ്, ഇത് വളരെ പ്രധാനമാണ്. മീൻസ് ഗോർബച്ചേവ് എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് നമ്മുടെ സോവിയറ്റ് യൂണിയനിൽ കൊണ്ടുവന്നത്, ആ പരിഷ്കാരങ്ങൾ കാരണം എങ്ങനെ സോവിയറ്റ് യൂണിയൻ അധപതിച്ചു എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ട് മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കുക. ഇനി എവിടെ നിന്ന് തന്നെ ഒരു 1 വേർഡ് നമുക്ക് പ്രതീക്ഷിക്കാം, ഗോർബച്ചേവ് എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത് എന്നുള്ളത്. ഏതൊക്കെയായിരുന്നു? ഗ്ലാസ് നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും കേട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് കാണാൻ പറ്റും കേട്ടോ. ഇത് വേറെ കൺഫ്യൂഷൻസ് ഇല്ല. നോക്കൂ, സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റിഗ്രേഷൻ എങ്ങനെയായിരുന്നു, സോവിയറ്റ് യൂണിയൻ ശിഥിലീകരണം, അതാണ് നമുക്ക് essayക്ക് ചോദിക്കുക 8 മാർക്കിന്. അപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ കോസസ്, എക്കണോമിക് കോസസ്, നാഷണലിസം, ഗോർബച്ചേവിൻ്റെ റിഫോംസ്, ഇത്രയും കാര്യങ്ങൾ എഴുതണം. രാഷ്ട്രീയ കാരണങ്ങൾ, സാമ്പത്തിക കാരണങ്ങൾ, ദേശീയതയുടെ വളർച്ച, ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങളും നമ്മൾ എഴുതണം. ഇനി essayക്ക് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് മാത്രമായിട്ട് നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ആ ഒരു പോർഷൻ എന്തായാലും നിങ്ങൾ സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കണം. പിന്നെ ഗോർബച്ചേവ് കൊണ്ടുവന്ന റിഫോംസുകളായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഗ്ലാസ് നോസ്റ്റും പെരിസ്ട്രോയിക്ക, അത് 2-1 വേർഡിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്ത് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇത്
ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ, ബോറടിപ്പിക്കാനല്ല. നോക്കൂ കോൺസിക്വൻസസ് ഓഫ് ഡിസിൻറ്റിഗ്രേഷൻ എന്താണ്, ശിഥിലീകരണത്തിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് ഈ സോവിയറ്റ് യൂണിയൻ തകർന്നു, അതിൻ്റെ പരിണിതമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ എന്താണ്, ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു, 4-5 മാർക്കിനൊരു എന്താ പറയുക, ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതും ഒന്ന് നോക്കിയിട്ട് പോവുക, കുറച്ച് പോയിന്റ്സ് ഒക്കെ ആയിട്ടാണ് ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കിപ്പ് ചെയ്യരുത് ഷോക്ക് തെറാപ്പി അഥവാ ആഘാത ചികിത്സ. ഇതൊരു 3 മാർക്കിനോ 4 മാർക്കിനോ 5 മാർക്കിനോ അങ്ങനെ ഒരു 3 മാർക്ക് ടു 5 മാർക്ക് ആ ലെവലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഷോക്ക് തെറാപ്പി വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതാരും എന്താണ് ഷോക്ക് തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഷോക്ക് അടിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. അങ്ങനെയൊന്നും അല്ല കേട്ടോ. കൃത്യമായിട്ട് ഇതിന് ഡെഫിനേഷൻ ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. പിന്നെ ഇത് പഠിക്കുമ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് കൂടി ഒന്ന് പഠിക്കുക, ഇതിൻ്റെ അനന്തര ഫലങ്ങൾ കൂടി എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോവുക. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ലെവലിൽ വേണം പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ഷോർട്ടസ്റ്റാണ് ഷോക്ക് തെറാപ്പി, മറന്നു പോകരുത്. ഇനി നോക്കൂ, നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ. ഇതിനകത്തുനിന്ന് ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഒരു എസ്സേ ചോദ്യമാണ്. 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യം തന്നെയാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഹെജിമണി, നമ്മുടെ അമേരിക്കൻ ഹെജിമണിയെ കുറിച്ചിട്ടാണ് എസ്സേ വരിക. അതായത് അധീശത്വം. ഓക്കെ, അമേരിക്കയുടെ അധീശത്വത്തെ കുറിച്ചിട്ട് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, അവിടെ നമ്മൾ പറയേണ്ടത് ഹാർഡ് പവർ എങ്ങനെയായിരുന്നു, സോഫ്റ്റ് പവർ എന്താ, സ്ട്രക്ചറൽ പവർ എന്താണ്, അഥവാ മാരകശക്തി, മൃദുശക്തി, ഘടനാപരമായ ശക്തി. ഇത് മൂന്നിനെയും കുറിച്ച് നമ്മൾ എഴുതി വെക്കുമ്പോൾ ആ എസ്സേ ചോദ്യത്തിനുള്ള ഉത്തരമായി കഴിഞ്ഞു. ഓക്കെ, ഹാർഡ് പവർ, സോഫ്റ്റ് പവർ, സ്ട്രക്ചറൽ പവർ, മാരകശക്തി, മൃദുശക്തി, ഘടനാപരമായ ശക്തി. ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് എസ്സേക്ക് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തെ പറ്റിയിട്ടൊക്കെ ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കാം. മീൻസ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മേ ബി എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 3 കൂടി ഒരുമിച്ച് ചെയ്താൻ വേണ്ടിയിട്ട് ചോദിക്കാം. അല്ല, ഒരു 5 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതാണ് അമേരിക്കയുടെ ഹാർഡ് പവറിനെ കുറിച്ചിട്ട് വിശദമാക്കൂ, അല്ലെങ്കിൽ മാരകശക്തിയെ കുറിച്ചിട്ട് വിശദമാക്കൂ എന്ന് പറഞ്ഞിട്ട് അത് മാത്രമായിട്ട് ചോദിക്കാം. ഇതുപോലെ 3 ഏതെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് 1 വേർഡ് വരാം. ഹാർഡ് പവർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, സോഫ്റ്റ് പവർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ട് 1 വേർഡ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് വിധേനയായാലും നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാം. അടുത്തത് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് 1 വേർഡ്സ് പഠിക്കാനുണ്ട് കേട്ടോ. ഇത് പഠിക്കാൻ കുറച്ച് കഷ്ടമാണ്, പക്ഷേ എങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോവുക, എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലതായിരിക്കും. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പറയാം, പിന്നെ നമുക്ക് മലയാളം മീഡിയത്തിലോട്ട് പോകാം. ഓക്കെ, നോക്കൂ, ഫസ്റ്റ് ഗൾഫ് വാർ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം ആണ്. എന്താണ് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം എന്ന് പറയുന്നത് ഏതാണെന്ന് നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് ഗൾഫ് വാർ ആണ് കേട്ടോ, അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ഗൾഫ് വാർ എന്തായാലും ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം ആണ്. ഓക്കെ, ഇനി ഇതിനെ തന്നെ പറയുന്ന മറ്റു പേരുകളാണ് കമ്പ്യൂട്ടർ വാർ അല്ലെങ്കിൽ വീഡിയോ ഗെയിം വാർ. ഒരു ഓമന പേരുകൾ പോലെ കമ്പ്യൂട്ടർ വാർ ആൻഡ് വീഡിയോ ഗെയിം വാർ എന്നും, വീഡിയോ ഗെയിം എന്താ പറയുക, വീഡിയോ ഗെയിം വാർ എന്നും അറിയപ്പെടുന്നുണ്ട്. പവർ അല്ല, വാറാണ് കേട്ടോ, വാർ. ഓക്കെ, സോ ഫസ്റ്റ് ഗൾഫ് വാർ ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാർ എന്നോ വീഡിയോ ഗെയിം വാർ എന്നോ അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി ഗ്ലോബൽ വാർ ഓൺ ടെറർ എന്നറിയപ്പെടുന്നത് ഏതാണ്, ഓപ്പറേഷൻ എൻഡ്വറിംഗ് ഫ്രീഡം ആണ്. ഗ്ലോബൽ വാർ ഓൺ ടെറർ ഏതാണ്, ഓപ്പറേഷൻ എൻഡ്വറിംഗ് ഫ്രീഡം. ഓക്കെ, ഇനി സെക്കൻഡ് ഗൾഫ് വാർ ഏതാണ്, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ആണ്. മനസ്സിലായോ, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ആണ് സെക്കൻഡ് ഗൾഫ് വാർ എന്ന് അറിയപ്പെടുന്നത്. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം കേട്ടോ. ഇനി നോക്കും, മിസൈൽ സ്ട്രൈക്ക് ഓൺ അൽ ഖ്വയ്ദ ഇൻ സൂദൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അതായത് സൂദൻ ആൻഡ് അഫ്ഗാനിസ്ഥാനിലുള്ള അൽ ഖ്വയ്ദയ്ക്കെതിരെ നടത്തിയ മിസൈൽ ആക്രമണം ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് എന്നാണ് അതിനെ പറയുന്നത്, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്. ഒന്നുകൂടി നോക്കൂ, ഫസ്റ്റ് ഗൾഫ് വാർ ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം, കമ്പ്യൂട്ടർ വാർ അല്ലെങ്കിൽ വീഡിയോ ഗെയിം വാർ എന്ന് അറിയപ്പെടുന്നു. ഗ്ലോബൽ വാർ ഓൺ ടെറർ എന്ന് അറിയപ്പെടുന്ന ഏതാണ്, ഓപ്പറേഷൻ എൻഡ്വറിംഗ് ഫ്രീഡം ആണ്. സെക്കൻഡ് ഗൾഫ് വാർ ഏതായിരുന്നു, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ആണ്. ഇനി അൽ ഖ്വയ്ദയ്ക്കെതിരെ നടത്തിയ ആക്രമണം ഏതായിരുന്നു, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് ആയിരുന്നു. ക്ലിയർ ആണോ. ഇനി നമുക്ക് മലയാളം മീഡിയത്തിൽ അതെങ്ങനെയാണ് പറയുന്നത് നോക്കാം. നോക്കൂ, ഒന്നാം ഗൾഫ് യുദ്ധം. ഓക്കെ, ഒന്നാം ഗൾഫ് യുദ്ധം എന്നറിയപ്പെടുന്ന ഏതാണ്, ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ആണ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യുദ്ധമെന്നും വീഡിയോ ഗെയിം വാർ എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഒന്നാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ആണ്. ഓക്കെ, ഇനി ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം എന്നറിയപ്പെടുന്നത് ഓപ്പറേഷൻ എൻഡ്വറിംഗ് ഫ്രീഡം ആണ്. ഓക്കെ, ഇത് എങ്ങനെയെങ്കിലും പഠിക്കുക. ഭീകരതയ്ക്ക് എതിരായ ആഗോള യുദ്ധം ഏതാണ്, ഓപ്പറേഷൻ എൻഡ്വറിംഗ് ഫ്രീഡം. ഇനി നോക്കൂ, അടുത്ത ചോദ്യം, രണ്ടാം ഗൾഫ് യുദ്ധം ഏതാണ്. രണ്ടാം ഗൾഫ് യുദ്ധം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ആണ്. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ആണ് ഏത്, രണ്ടാം ഗൾഫ് യുദ്ധം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ, സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽ ഖ്വയ്ദയ്ക്കെതിരായ മിസൈൽ ആക്രമണം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്. ക്ലിയർ ആണോ. അപ്പോൾ ഒന്നുകൂടി നോക്കൂ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡിന് നമുക്ക് ചോദിക്കുന്നതാണ്, ആവശ്യമുള്ളതാണ്, എല്ലാവരും പഠിക്കേണ്ടതുമാണ്. ഒന്നാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നറിയപ്പെടുന്നു. ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം ഓപ്പറേഷൻ എൻഡ്വറിംഗ് ഫ്രീഡം. രണ്ടാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ആണ്. സുഡാനിലെ അഫ്ഗാനിസ്ഥാനിലെ അൽ ഖ്വയ്ദയ്ക്കെതിരായ മിസൈൽ ആക്രമണം ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്. ക്ലിയർ. എടാ, ഇനി ഇതിൻ്റെ ബാലൻസ് പോർഷൻ ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 2 വീഡിയോയിലാണ്. എല്ലാവരും ഒന്ന് കയറി നോക്കൂ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് നോക്കൂ കേട്ടോ. പാർട്ട് 2 അതുകൂടി കണ്ടാലേ ഫുള്ളായിട്ട് കവർ ആവുള്ളൂ.